ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കിട്ടിലും ടേസ്റ്റാണ്, വെറുതെ പറയല്ല. പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ചിക്കൻ റെസിപ്പി നല്ല സിമ്പിളായിട്ടുള്ള സംഭവമാണ്, പക്ഷേ അപാര ടേസ്റ്റാട്ടോ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് എടുക്കാം. അപ്പോൾ അതിനായിട്ട് വലിയൊരു ബോൾ എടുത്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി എല്ലാം കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ പൊടികളൊക്കെ. പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ്, അതായത് ഉലുവയുടെ ഇല ഉണക്കിയതാണിത്. അപ്പം അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കസൂരി മേത്തി 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കൈകൊണ്ട് പൊടിച്ചാൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ നിറയെ തൈര് ചേർക്കുന്നുണ്ട്. തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം നമുക്കത് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് പുളി കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, മസാല റെഡിയാക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഒരു വലിയ ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അത് 2 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഫ്ലേവറാണ്. വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പം 1 കിലോയിലും കുറവ് ചിക്കൻ എടുത്തിട്ടില്ല കേട്ടോ. അതായത് ഒരു 800 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ 1 കിലോ ചിക്കനിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചിക്കനിലോട്ടാണ് ഞാൻ ഈ ഒരു മസാല റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ മസാല റെഡിയാക്കേണ്ടി വരും കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കുറച്ച് നേരം എടുത്ത് വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ അപ്പം തന്നെ അത് ഫ്രൈ ആക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാൻ. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു പിടി നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊന്നുമില്ല, നേരെ ഇട്ട് കൊടുക്കുകയാണ്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്യുക കേട്ടോ. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കന് ഇപ്പം കുറേ ചിക്കനൊക്കെ എടുക്കുന്നവർക്ക് 2 ബാച്ചായിട്ട് ഇതിങ്ങനെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വലിയ പാൻ എടുത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയിട്ടുള്ളൊരു ലുക്ക് വേണമല്ലോ, എന്നാലോ നമ്മൾ ഫ്രൈ ആക്കുമല്ല, അങ്ങനത്തെ രീതിയിലാണ് നമ്മളിപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. നല്ലൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യം വെക്കാൻ. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി നമുക്കിതിലോട്ടുള്ളൊരു മസാല റെഡിയാക്കാനുണ്ട്, ഒരു പൊടി റെഡിയാക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഉണക്കമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിലും ഉണക്കമുളക് എടുക്കുക. ഉണക്കമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് പൊടിച്ച് വെച്ചത് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. അതിന് കൂടെ 2 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ് കുറച്ച് കുറവായതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇതിലോട്ടുള്ള മെയിൻ സ്പൈസ് പൗഡർ കേട്ടോ. ഇതാണ് ഈ ഒരു ചിക്കൻ ഡിഷിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ കസൂരി മേത്തിയും തൈരും അതൊക്കെയാണ് സ്പെഷ്യൽ ടേസ്റ്റ് ഈ ഒരു ചിക്കൻ റെസിപ്പി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ ചൂടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജിൽ ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണ്ട, തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നാൽ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വരുള്ളൂ കേട്ടോ. നമുക്കിത് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇപ്പോഴും ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം വറ്റി വരണം. ഗ്രേവിയോട് കൂടിയിട്ട് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഗ്രേവിയൊക്കെ വറ്റിയിട്ട് ചിക്കൻ നല്ലോണം ഡ്രൈ ആയിട്ട് കിടക്കണം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് വേറൊരു സംഭവം കൂടി റെഡിയാക്കാനുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം എരിവ് കുറച്ച് കുറവുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കുറച്ച് കുരുമുളകല്ല ചേർത്ത്. പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റേജിൽ കുരുമുളക് ചേർക്കുമ്പം നമ്മുടെ ചിക്കന് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും ചെയ്യും. അപ്പോൾ അതോടെ നിന്നിട്ട് ഡ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ ഒരു 1/2 കപ്പോ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ചേർക്കുന്നത്. ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ലൊരു കളർ കിട്ടണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് തന്നെ വേണം. അപ്പോൾ ഒരു 1/2 കപ്പിലും കുറച്ച് കുറവ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം ഡ്രൈ ആയിട്ട് വരണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാ നല്ലോണം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്, എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയുള്ള ടൊമാറ്റോ കെച്ചപ്പും ചില്ലി ഫ്ലേക്സും കൂടിയുള്ള ഒരു പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ചിക്കൻ്റെ കളറൊക്കെ കണ്ടോ? അപ്പം ഈ ഒരു ചിക്കൻ ഡിഷ് ചെറിയൊരു മധുരം, പുളി, എരിവ് എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഒരു ഐറ്റമാണ്. അതുപോലെ ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു ഫ്ലേവറും അതെല്ലാം കൂടി വരുമ്പോൾ, കസൂരി മേത്തിയുടെ ഫ്ലേവറും എല്ലാം കൂടി വരുമ്പം ഒരു അപാര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷ് തന്നെയാണ്. പെരുന്നാൾക്കൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഡിഷ്, നമ്മൾ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിലും നല്ലത് ഇതുപോലുള്ളൊരു ഐറ്റം ആയിരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ്. അത്രയും ടേസ്റ്റാട്ടോ. പിന്നെ ചിക്കനിലൊക്കെ ഇങ്ങനെ മസാല ഇങ്ങനെ കോട്ടായിട്ട് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. പിന്നെ വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കണ്ട, കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് വെക്കുക. അപ്പം നമ്മൾ എന്താ പറയുക, ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചൂടാറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും അപാര ടേസ്റ്റാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. Thank you.